കാട്ടിലെ ക്യാമ്പിംഗ് ചെയ്യുന്നത് ഒരു നല്ല സംഭവം തന്നെയാണ്. അതെ, ശരിക്കും അടിപൊളിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാലേ ശരിയാവൂ. ഇതാ നേരെ ഇരുട്ടി തുടങ്ങി. പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിലേ നമ്മളെ കാണാതെ മേഡം ആകെ വിഷമിക്കും. അതെ ബായ്, 5th ഗിയർ ഇടാ, എന്നിട്ട് വണ്ടി ഓടിക്ക. ബണ്ണി, നീ ഏത് വഴിയാടാ വണ്ടി ഓടിക്കുന്നത്? പക്ഷെ ഈ ബണ്ണി വളച്ച ടേണിങ് ശരിയല്ല. ടേണിംഗ് ഒന്നും ആയില്ലല്ലോ. എന്റെ അപ്പച്ചേ, ഇത്രയും വലിയ ക്യാമ്പിങ്ങിന് ശേഷം ഈ ജമ്പിങ് എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. അതെ, നല്ലൊരു ട്രിപ്പ് പോയതിന്റെ സന്തോഷത്തിൽ തിരിച്ചു വരുമായിരുന്നു. നല്ല റിലാക്സേഷൻ ഉണ്ടാവുമായിരുന്നു. എല്ലാം ഈ വൃത്തിയായിട്ട വഴി കൂടെ ഓടിച്ച് ആകെ മൊത്തത്തിൽ കുളമായി. സംശയമുണ്ടോ? നല്ലൊരു അവധിക്കാലം ആഘോഷിച്ച് മലയെന്ന് വരികയായിരുന്നു. അവസാനം നീ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഞാൻ രത്തൻഹാട്ടയോട് ചോദിച്ച് കൺഫേം ആക്കിയിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് ഇത് തന്നെയാണ്. അവൻ അവന്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി തന്നെ അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വഴി അവൻ ഓർത്ത് വയ്ക്കുക? അയ്യോ, സോറി ചേട്ടാ. കൊച്ചലെ വണ്ടി നിർത്ത്, ജോർദാർ പറന്നുപോയി. ജോർദാറേ, നീ എവിടെയാണ്? ജോർദാറേ, തെറിച്ചെങ്ങോട്ടാ നീ പറന്നു പോയത്? ജോർദാറേ, നിനക്ക് കുഴപ്പമില്ലല്ലോ, നീ എവിടെയാണ്? ചേട്ടാ, ജോർദാറിന്റെ ഗിൽറ്റി തീർന്നു. തെറിച്ചു പോയ ആള് പിന്നെ തിരിച്ചു വന്നില്ല. അത് ഗിൽറ്റി അല്ലടാ, ഗ്രാവിറ്റി എന്നാ പറയാറ്. എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിയുന്നോണ്ട് ആരും ഒരിക്കലും ജ്ഞാനിയാവില്ല. ഗ്രാവിറ്റി പഞ്ചസാരയൊന്നും അല്ല, പെട്ടെന്ന് തീർന്നു പോവാൻ. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ. അതെ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ മര്യാദക്ക് വെറുതെ വിട്ടോ. വേണ്ട വേണ്ട. എന്നാ പിന്നെ വിട്ടേക്കല്ലേ? വേണ്ട. ചേട്ടാ, എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു സ്വന്തം സൈസും കൂടെ നോക്കിയിട്ട് വേണം ജോലി ചെയ്യാനെന്ന്. അതെ ബായ്, ബണ്ണിയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് തന്റെ അച്ഛൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. ഇവര് സുൽത്താന്റെ ചാരന്മാരാണെന്നാണ് തോന്നുന്നത്. പിടിക്കവരെ, ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സൂക്ഷിക്കണം, ഇവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എന്നെ കുറിച്ച് അറിയില്ല. എന്നാ ശരി, വന്നോളൂ. ചേട്ടാ, നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടല്ലോ. വല്ലാത്തൊരു അടിയായി പോയി. എല്ലാരും വേഗം ഓടിക്കോ. എല്ലാവരും പിടിക്ക്. വൗ, നല്ല അഭ്യാസിയാണല്ലോ. ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് സേനാപതിയാണ്. ചേട്ടാ, വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക് ചേട്ടാ.
അയ്യോ അവനെ പിടിക്കേ. അയ്യോ വേഗം വാ, നമുക്ക് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ സേനാപതിയുടെ അടുത്ത് എത്തിക്കാം. ഇവരുടെ സേനാധിപതി ആരാണെന്ന് നമുക്കും കൂടി ഒന്ന് കണ്ടു കളയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മുടെ ട്രെയിനിങ് ഇതാ തുടങ്ങാൻ പോവുകയാണ്. 1 and 2 1 2 3 4. നന്നായിട്ട് തന്നെ ചെയ്യണേ കുട്ടികളെ. അത് കലക്കി. നിങ്ങൾ നന്നായി പരിശീലിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്. സൂക്ഷിച്ചു നോക്കൂ. 5 6 7 8 ഗോ. 1 2 1 2 3 4. അഥവാ രണ്ടുപേരോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ വലത് കാൽ മുന്നോട്ട് വയ്ക്കുക. ദാ നോക്കൂ, എന്നിട്ട് നിങ്ങൾ പഠിക്കൂ. നീ നിന്റെ കാല് വെച്ചിരിക്കുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. അഥവാ 3 പേരോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അവരെ നേരിടേണ്ടത് ഇങ്ങനെയാണ്. 2 ചുവട് പുറകോട്ട് വെച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് ഞെരിഞ്ഞമർന്ന് മുകളിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. 5 6 7 8 go and fight. 1 and 2 1 2 3 4 5 6 7 go. 1 and 2 1 2 3 4. ആ ട്രെയിനിൽ കലക്കി പിള്ളേരെ. നമ്മുടെ ആൾക്കാർ ബന്ധുക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അങ്ങയുടെ ഇടതുവശത്തായിട്ടാണ്. അതിനെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വലതല്ല, ഇടതുവശത്ത്. ഓ, അപ്പൊ ഇവരാണല്ലേ ഈ സുൽത്താന്റെ ചാരന്മാർ. അപ്പൊ പറ. അല്ല, സുൽത്താൻ ഇപ്പൊ ബാർബർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ടാ മുടിയൊക്കെ വെട്ടുന്നത്. ചാരം വരുന്ന പരിപാടിയൊക്കെ സുൽത്താൻ പണ്ട് നിർത്തിയതാണ്. ഇപ്പൊ ആകെ ബാർബർ ഷോപ്പ് മാത്രം നടത്തുന്നുള്ളൂ. നീ കണ്ടോ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി, ഇവമാർ സുൽത്താന്റെ ചാരന്മാര് തന്നെ. പിടിച്ചു കെട്ടവരെ. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. സുൽത്താനും ഞങ്ങളുടെ അടുത്ത് ചാരന്മാരെ വിടാൻ മാത്രം ധൈര്യം ഉണ്ടായോ? വേഗം കൊണ്ടുപോയമാരെ. ചേട്ടാ, ഈ മങ്ങണി നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. നീ എന്നെ മങ്കിനെന്ന് വിളിച്ചല്ലേ? കൊച്ചലിയ, ഇവരെ മങ്കിടിന്ന് വിളിച്ചതേ വളരെ അബദ്ധമായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാ ഹണി ബുദ്ധിപരമായ ഒരു കാര്യം പറയുന്നത്. സംശയമുണ്ടോ? കൊള്ളാലോ ചേട്ടാ. മങ്ങണി എന്നല്ലാതെ പിന്നെ രുക്മിണി എന്ന് വിളിക്കാൻ പറ്റുമോ? മങ്കിടിന്ന് വിളിക്കുമല്ലേ? ഇവന്മാർക്ക് പച്ച വെള്ളം പോലും കൊടുക്കരുത്. കൺട്രോൾ. ദിസ് ഈസ് ടു മച്ച്. ഐ നീഡ് സം ഫ്രഷ് എയർ. ആ ശത്രുവായ കബീലയ്ക്ക് തീർച്ചയായും മനസ്സിലാകും ആ സുൽത്താനുമായി കൂടിച്ചേർന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലുള്ള ഫലം എന്താണെന്ന്. ചേട്ടാ, കുട്ടി, വേഗം വാ. എന്റെ ഭായ്, ഇതെന്താ ജയിലാണോ ഇല്ല മോളെ സെയിലാണോ? മര്യാദ ജയിൽ പോലും ചെയ്യാറില്ല മരികെ. പക്ഷെ ഇവരെന്തിനാണ് നമ്മളെ ഇങ്ങനെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്? നമ്മള് സുൽത്താന്റെ ചാരന്മാരാണെന്നാ യൗമാര് വിചാരിച്ചിരിക്കുന്നേ. അല്ല, ഈ സുൽത്താൻ ആരാ? ബാർബറാണ്. എന്തോ? ചേട്ടാ, ഇവൻ നമ്മുടെ നാട്ടിലുള്ള ബാർബർ സുൽത്താനെയാണ് പറയുന്നത്. സുൽത്താൻ എന്നുള്ളത് അവന്റെ കടയുടെ പേരടാ മണ്ട.
സംശയമുണ്ടോ? അതെ, പക്ഷെ സുൽത്താൻ ആരാണ്? അതെ, സുൽത്താൻ ആയാലും സൽമാൻ ആയാലും നമുക്കെന്താ പ്രശ്നം? മുള കൊണ്ടുള്ള ജയിലല്ലേ, ഒളിച്ചിട്ട് രക്ഷപ്പെടാം. ചേട്ടാ ഒളിക്ക്. നിങ്ങൾ എന്തായാലും പുറത്തു വന്നില്ലേ, ഇനി നമുക്ക് പഴയതുപോലെ അകത്തേക്ക് പോകാം. ചേട്ടാ എന്തിനാ ചേട്ടാ റിവേഴ്സ് ഗിയർ ഇട്ടത്? പോകേണ്ട വഴി നോക്കിയായിരുന്നു ഞാൻ. ക്ലിയർ ആണ്. നിങ്ങൾ ആദ്യം പോയിക്കോ, പിന്നെ ഞാൻ വരാം. ആദ്യം ഞാൻ പോകാം. എന്താ സംഭവിച്ചതാ? ഇമോഷണൽ ആയതാ. ആദ്യം എന്റെ ബ്രോ ഹണി പോകട്ടെ. അയ്യോ സേനാപതി, അവർ നമ്മളെ ആക്രമിക്കാൻ വരികയാ. നിങ്ങളിവിടെ എന്തെടുക്കുവാ? വേഗം പുറത്തേക്ക് വാ. എന്റെ ഭായ്, പുറത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, ഇവിടെ എങ്ങും ആരും ഇല്ല. അത് ശരി. അപ്പൊ പുറത്ത് ആരുമില്ല അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് എവിടെ പോയി? അവരെവിടെയാണെന്ന് വെച്ചാ പൊക്കോട്ടെ. നിന്റെ അമ്മാവനും അമ്മായിയും ഒന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോകാനായിട്ട്. ഓടിക്കോ, രക്ഷപ്പെട്ടോ. സംശയമുണ്ടോ? എന്റെ അമ്മോ, അവർ മറ്റുള്ളവരെ അടിക്കുകയാണ്. കൊച്ചളിയ, നമ്മൾ ഇവരെ സഹായിക്കാതെ പോവരുത്. എടാ തലതിരിച്ച ഹണി, നമ്മൾ ഇവരെ സഹായിക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ട പിന്നെ നമ്മളെ ആരാ സഹായിക്കാൻ വരിക? ഇവരെ ഇങ്ങനെ ഒരു ആപത്ത് സമയത്ത് തനിച്ചാക്കി പോരുതെന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. സംശയമുണ്ടോ? എടാ ഹരിചന്ദ്ര, അവരുടെ കയ്യിൽ നിന്ന് 8ന്റെ പണി കിട്ടിയിട്ടും പഠിച്ചില്ലല്ലേ? രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുമ്പോ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നോക്ക്. എന്റെ ഭായ്, അവരെ സഹായിക്കാതെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ചേട്ടാ, ഞാൻ ചേട്ടന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ പെൺകുട്ടികളെ നീയൊക്കെ കൂടി അറ്റാക്ക് ചെയ്യും അല്ലേ? ഇതാ പിടിച്ചോ, ഞാൻ നിന്നെയൊക്കെ കൂടി ഹിറ്റ് ചെയ്തു. ഇവരുടെ സേനാപതിയെ വേഗം പിടിക്കുക. ഒന്ന് പോടാ, നിന്നെ കൊണ്ടൊരു കോഴിയെ പോലും പിടിക്കാൻ പറ്റില്ല, പിന്നെയല്ലേ നീ എന്നെ പിടിക്കുന്നത്. ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. ആക്രമിക്കുക. എന്നെ മോങ്കിനിന്ന് വിളിച്ചല്ലടാ. നിങ്ങൾ ഇങ്ങോട്ട് പോ, നിങ്ങൾ അങ്ങോട്ട് പോ. 5, 6, 7, go. ഇടിപ്പിടാതെ ചോര വരുമ്പോൾ കണ്ണു തള്ളും. എന്റെ പിള്ളേരെ ആക്രമിക്കൂ. അതെ, ഇന്ന് ഇടിച്ച് നിന്നെ ഞാൻ കുഴിയാനയാക്കി മാറ്റും. 1, 2, 3, 4 ചാടി കെട്ടി വരമ്പിൽ വെട്ടി ചവിട്ടി. ഇതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളതെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? ഇനി മങ്കിണിയെ ഞാൻ ഒരു കാരണവശാലും വെറുതെ വിടില്ല. സേനാധിപതി ലെഫ്റ്റിന്ന് അടിക്കേ. ലെഫ്റ്റ് ഇതാ പിടിച്ചോ. നീയായിട്ട് എന്നെ കൊണ്ട് എന്റെ കുട്ടികളെ തന്നെ തല്ലിച്ചു. അതെ, ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ്. ഈ മരമണ്ടിക്ക് ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാന്ന് പോലും അറിയില്ല. ഞങ്ങൾ പോയി സേനാധിപതിയെ രക്ഷിക്കാം. നിങ്ങൾ അവരെ നോക്കിയോ.
ആരാ വരുന്നത്? അവൻ ഇടി കൊണ്ടിട്ട് ഓടി പോവല്ലേ? അയ്യോ ദാ നോക്ക്, അവനിപ്പോ അവന്റെ കൂട്ടുകാർ തന്നെയാണ് ഇടിക്കുന്നത്. നമ്മുടെ തലവനും അവരുടെ കൂടെ കൂടി ഓടിക്കോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാനാവില്ല. കണ്ണിന് പകരം എന്താ കോഴിമുട്ടയാണ് വെച്ചിരിക്കുന്നത്? ദാ കണ്ണ് തുറന്ന് നോക്ക്, ഞങ്ങൾ നിന്നെ പിടിച്ചിരിക്കുകയാണ്. മിക്കവാറും ഇയാൾ ഈ 2 മരങ്ങൾ പിഴുതെടുത്ത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി നമ്മളെ ഓടിച്ചിട്ട് തല്ലെന്നാ തോന്നുന്നത്. അയ്യോ, ഈ മരത്തിന് നല്ല ശക്തിയാണ്. ഇതിനെ ആനയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ സുൽത്താന്റെ ചാരന്മാരല്ലെന്ന് എനിക്കിപ്പോൾ ശരിക്കും വിശ്വാസമായി. അപ്പൊ പിന്നെ ഞങ്ങക്ക് പോവാലോ അല്ലേ? ഇല്ല. ചേട്ടാ, ഇതിപ്പോ ഇരട്ടിപ്പണിയായോ? നമ്മൾ സഹായിച്ചതല്ലേ, വീണ്ടും കൊണ്ട് ജയിലിടോ ഇവര്. അയ്യോ അല്ല, ഞങ്ങൾ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ പോയാൽ മതി. കേൾക്കൂ കുട്ടികളെ, ഇവനെ കൊണ്ടുപോയി വേഗം ജയിലിൽ അടയ്ക്കൂ. വേഗം കൊണ്ടുപോയി ചെല്ലിട്ടോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് മങ്കിയുടെ മുഖം കാണാൻ ഒട്ടും താല്പര്യമില്ല. നീ എന്നെ വീണ്ടും മങ്കിണിന്ന് വിളിച്ചല്ലടാ. ഓ, ഇവന് കഴിക്കാൻ വേണ്ടി വെറും പഴം മാത്രം കൊടുത്താ മതി, അതും ദിവസം ഒരെണ്ണം മാത്രം. ഇനി ഇവൻ ഇവിടുന്ന് വെറും കുരങ്ങനായിട്ട് മാത്രം പോയാ മതി. വേഗം അകത്തേക്ക് പോ. ഒരു വശത്തു കൂടി ഞങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഇതാ ഞങ്ങളുടെ ജയിലും നശിപ്പിച്ചല്ലേ. ഇനി അത് മലയാളത്തിൽ പറഞ്ഞേ. കുറ്റം ആരോപിക്കരുത്. നിങ്ങൾ സുൽത്താന്റെ കൂടെ ചേർന്ന് എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ്. നീ കള്ളം പറയുകയാണ്. നീയാണ് ഇവിടെ നിന്ന് സുൽത്താനുമായി ചേർന്ന് ഞങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയത്. 2, 3, 4 വലത് മാറി ഇടത് ചവിട്ടും, ലെഫ്റ്റിലിരിക്കും, റൈറ്റിലടിക്കും, മോന്ത ചളുക്കും, കണ്ണ് ചുവക്കും. നിന്നെ ഞാൻ ഇന്ന് അലക്കി വിരിക്കും. അലക്കും വിരിക്കും, വിരിക്കും അലക്കും, അലക്കും വിരിക്കും, വിരിക്കും അലക്കും. 5, 6, 7 go. 5, 6, 7 go. 5, 6, 7 go. ഒന്ന് നിർത്ത്. കാട്ടുഭാഷയിൽ പറയാതെ മലയാളത്തിൽ പറ. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആ സുൽത്താന്റെ കൂടെ ചേർന്ന് രാജകുമാരനായ എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ്. ഇല്ല, ഇവൻ പറയുന്നത് കള്ളമാണ്. ഇവന് സുൽത്താനും കൂടെ ചേർന്നാണ് ഞങ്ങളുടെ രാജകുമാരി ഷബാബയെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇത് കള്ളമാണ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇനിയാണ് നീ എന്റെ താണ്ഡവം കാണാൻ പോകുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ കാട്ടുമാക്കാനേ. 1, 2, 3, 4, 5, 6, 7, 8. എന്റെ ഡാൻസിംഗ് ക്യൂവിനെ ഒന്ന് നിർത്ത്. എന്തോ ഒരു കുഴപ്പമുണ്ട്. സംശയമുണ്ടോ? നിങ്ങളുടെ രാജ്യത്തെ രാജകുമാരനെയും നിങ്ങളുടെ രാജ്യത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണോ? അതെ. അപ്പോ നിങ്ങളല്ല ഇത് ചെയ്തിരിക്കുന്നേ? അല്ല. അത് ശരി. അപ്പോ ഇത് സുൽത്താന്റെ പണിയായിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പുകളെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ആ സുൽത്താൻ ഒപ്പിച്ചു വെച്ചതായിരിക്കും. ശരിയായിരിക്കും. സുൽത്താൻ ഇവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കുവാണ്. അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിലിനകത്താക്കും. അങ്ങനെ വർഷങ്ങളോളം ജയിലിനകത്ത് കിടക്കുമ്പോ മുടിയൊക്കെ നന്നായിട്ട് വളരുമല്ലേ. ആ മുടി വെട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാമല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ഇടാ നീ വിചാരിക്കുന്ന ബാർബർ സുൽത്താൻ അല്ല. ആ സുൽത്താൻ അത്ര നല്ലവനല്ല. അജയ് അയാൾ കാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ശല്യപ്പെടുത്താറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സുൽത്താൻ ആരാണ്? ഞാനൊരു ദുഷ്ടനാണെന്നാണ് പ്രജകളെല്ലാം തന്നെ പറയുന്നത്. അഥവാ ഒരു പുള്ളിയെങ്കിലും താഴെ വീണാൽ നിന്നെ കഠിനമായി ശിക്ഷിക്കും. പക്ഷെ ഞാൻ എന്ത് ശിക്ഷയാ കൊടുക്കുക? അടിയന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. സുൽത്താൻ ഞാനാണ്, അതുകൊണ്ട് ഉപായവും എനിക്ക് തന്നെയാണ് തോന്നേണ്ടത്. അങ്ങയുടെ തലയിൽ തോന്നിയ ബുദ്ധി അബദ്ധത്തിൽ എന്റെ തലയിൽ തോന്നിയതാണ് ഹുസൂർ. ശരി, ഞാൻ പറഞ്ഞോ. അഥവാ ഒരു തുള്ളി തേനെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ ഇവന്റെ തല തേനീച്ചക്കൂടിനകത്ത് കയറ്റുന്നതായിരിക്കും. കലക്കി. ആയിരിക്കുമല്ലോ. മന്ത്രിയുടെ മനസ്സിൽ തോന്നിയതാണെങ്കിലും ബുദ്ധി എന്റേതാണല്ലോ. മന്ത്രി, ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ എന്റെ മനസ്സിൽ തോന്നാത്തത്? അതിന് തലച്ചോറെന്ന് പറഞ്ഞ സാധനം വേണം ഹുസൂർ. എന്താ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ തലച്ചോറ് എല്ലാവർക്കും ഉണ്ട് ഹുസൂർ. താങ്കൾക്ക് തലച്ചോറിനോടൊപ്പം ദൈവം നല്ല ബുദ്ധിയും തന്നിട്ടുണ്ടല്ലോ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ചതി, ഇത് വലിയ ചതിയാണ്. രണ്ടുപേരുടെ തല തേനീച്ച കൂട്ടകത്തിടൂ. വേഗമാകട്ടെ. വേണ്ട ഹുസൂർ, എന്റെ കൽപ്പനയും ധിക്കരിക്കുന്നുവോ? മന്ത്രിയുടെ തലയും തേനീച്ച കൂട്ടകത്താക്കൂ. വേഗം, വേഗമാകട്ടെ, വേഗം. അല്ല ഹുസൂർ, ഹുസൂറിന്റെ തലയിൽ തോന്നിയിരിക്കുന്ന ബുദ്ധി എന്റെ മനസ്സിലും തോന്നിയിരിക്കുകയാണല്ലോ. എന്റെ ബുദ്ധി എന്താ എന്റെ മനസ്സിൽ മാത്രം തോന്നാത്തത് മന്ത്രി? ഓ, അതിന് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ അത് തോന്നൂ. എന്താ പറഞ്ഞത്? അത് പിന്നെ ബഹുമാനപ്പെട്ട ഹുസൂർ, അങ്ങയുടെ തലയിൽ അല്ലേലും ഭരണത്തിന്റെ ഭാരമുള്ളതല്ലേ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചിന്തകൾക്ക് എവിടെയാണ് സ്ഥാനമുള്ളത്? ആ പറഞ്ഞതും വളരെ ശരിയാണ്. പറഞ്ഞോളൂ ഹുസൂർ. അങ്ങയുടെ ബുദ്ധി വെച്ച് ഇവരൊരിക്കലും തടവിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ ഹുസൂറിന്റെ ബുദ്ധി കൊണ്ട് ഇവരുടെ രാജ്യക്കാർ നമ്മൾ പറയുന്നത് കേൾക്കും. അങ്ങയുടെ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടിലെ എല്ലാ ആദിവാസി സംഘങ്ങളുടെ രാജകുമാരിയെയും രാജകുമാരന്മാരെയും നമുക്ക് തടവിലാക്കാൻ കഴിയും. അങ്ങനെ അവരെല്ലാരും അങ്ങയുടെ കാൽക്കീഴിൽ വരും. നല്ലൊരു പദ്ധതിയാണ്, അത് നല്ലൊരു ബുദ്ധിയാണ് ഹുസൂർ. അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം അതെന്റെ ബുദ്ധിയാണല്ലോ. പടയാളികളെ, ഇവർ രണ്ടുപേരെ പിടിച്ചോണ്ട് പോ. ഇവരിനി പുറം ലോകം കാണരുത്. കേൾക്കൂ മന്ത്രി, എന്റെ തലയിലും നിന്റെ തലയിലും തോന്നിയ ആ ബുദ്ധി വളരെ ഗംഭീരം തന്നെയാണ്. അപ്പോ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ബാക്കിയുള്ള കബീലവാസികളുടെ രാജകുമാരനെ രാജകുമാരിയും തട്ടിക്കൊണ്ടുവന്ന് ഉടൻ തന്നെ തടവിലാക്കൂ. അങ്ങനെ ആവട്ടെ ഹുസൂർ. പക്ഷേ ഇതിന് നമുക്ക് 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ചിലവാകും. അത് ഖജനാവിന്റെ അടുത്തോളൂ. ഇനി എല്ലായിടത്തും നമുക്ക് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ. അതെല്ലാരും മനസ്സിലാക്കണം. എന്റെ പേരാണ് സുൽത്താൻ. അവർക്ക് മുന്നിൽ ഞാനാണ് അധിപൻ. കബാബ, നമ്മുടെ കബീല സംഘങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെ ശബാബ, ഇത് സുൽത്താന്റെ ചതിയാണെന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല. നമുക്കവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം. വരൂ, നമുക്ക് പോയി അറിയിക്കാം. കബാബ, എടോ, മര്യാദക്ക് അവിടെ പോയി ഇരിക്കാൻ നോക്കടാ. പോടാ.
എടാ കള്ള തെമ്മാടി, രാജകുമാരനോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഇവനാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? നമ്മളിപ്പോ ഇവിടെ തടവുകാരാണ് കബാബ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഷബാബ? അപ്പച്ചാ, ഇവൻ നമ്മൾ കൊടുക്കുന്ന സന്ദേശം കൊണ്ടുപോകും. ഈ സന്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ അവർ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ എത്തും. ഇങ്ങനെ എല്ലാ പഴവും കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പട്ടിണിയായി പോയില്ലേ? സംശയമുണ്ടോ? പട്ടിണിയാവും. കാരണം ഈ മങ്ങിണി ഒരുപാട് പഴം കഴിക്കാറുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും കുമാരി പോയ വിഷമത്തിലിരിക്കാണ്. എന്നെ കളിയാക്കിയാലുണ്ടല്ലോ ഞാൻ ചവിട്ടിക്കൂട്ടി കൊക്കയിലേക്ക് എറിയും. നീ എത്ര കിടന്ന് കാറിയാലും മങ്ങിണി തന്നെയല്ലേ, അതിനൊരു മാറ്റമില്ലല്ലോ. സർദാറെ, ഇവരെ ഇടയ്ക്ക് മങ്കിടി എന്ന് വിളിച്ച് കളിയാക്കല്ലേ. അതെ, അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ അവരെ ആനയെന്ന് വിളിച്ചാൽ ചിലപ്പോ ഹാപ്പി ആവും. പക്ഷെ ആനക്ക് തുമ്പിക്കൈയല്ലേ ചേട്ടാ? എടാ മണ്ട, നിനക്കിപ്പോ എന്തിനാ തുമ്പിക്കൈ? തേങ്ങ പൊളിക്കാനാണോ? ആ ദേ അപ്പച്ചൻ വരുന്നു. അയ്യോ, ഇവിടെ ഉള്ള സിസ്റ്റം ഒന്നും അത്ര ശരിയല്ലല്ലോ. മങ്കിണിയുടെ അപ്പച്ചനപ്പി പരുന്താണോ? അവന്റെ പേര് അപ്പച്ചനെന്നാണ്. രാജകുമാരിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണവൻ. എന്നെ ഭായ്, അടുത്ത കൂട്ടുകാർക്ക് വേണ്ടി അകന്നിക്ക് ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുദ്ദേശിച്ചത് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ആ പരന്ത് രാജകുമാരിയുടെ പെറ്റാണ്. അവന്റെ നഖത്തിന്റെ ഇടയിൽ എന്തോ ഉണ്ട്. ഞാനും കബാബും സുൽത്താന്റെ തടവറയിലുണ്ട്. കൊച്ചളിയ, നീ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇതാ ഇവിടെ നിൽക്കുമല്ലേ? എടാ കഴുത, രാജകുമാരിയും രാജകുമാരനും സുൽത്താന്റെ തടവറയിലുണ്ടെന്ന് കുമാരി ഇതാ ലെറ്റർ അയച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടില്ലേ? പ്രോബ്ലം സോൾവ്ഡ്. നിങ്ങളുടെ കുട്ടികൾ ആ സുൽത്താന്റെ തടവറയിലുണ്ട്. ചെന്ന് രക്ഷിച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവുക. അയ്യോ പറ്റില്ല, സുൽത്താന്റെ പടയാളികളോട് ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും പൊരുതാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അവരെ മോചിപ്പിച്ച് കൊണ്ടുവരാം. ചേട്ടാ, ഈ ബണി കഴിഞ്ഞ ജന്മം നമ്മുടെ ശത്രു വല്ലതും ആയിരുന്നോ? ഈ ജന്മത്തിനും പക വീട്ടുവാണെന്ന് തോന്നുന്നു. എടാ ബണ്ണി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കാം. നന്ദി തോത്താറാം. നാളെ രാവിലെ നമ്മളെല്ലാവരും സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് പോകും. ഒരു മിനിറ്റ്, എന്റെ ആൾക്കാർ ഇവരുടെ കൂടെ പോകില്ല. ഇവരോട് ഒരു വശത്തുള്ളവർ അടിക്കാൻ പറഞ്ഞാൽ മറുവശത്തുള്ളവർ അടിക്കുന്ന ടീം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ അടിക്കുന്നെങ്കിലുണ്ട്. ഇയാള് പോയി കഴിഞ്ഞാൽ അടി കൊടുക്കുന്നതിന് പകരം കൊണ്ടിട്ടാ വരുന്നത്. എന്നിട്ട് സ്വന്തം ആൾക്കാരുടെ ദേഹത്ത് തന്നെ വന്ന് വീഴും. ശരി ശരി, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട, മാറി നിന്ന് അടിച്ചാ മതി. പക്ഷെ സ്വന്തം സൈനികരെ കൂടെ കൂട്ടാൻ മറക്കണ്ട. അതുപോലെ എല്ലാം തയ്യാറായിക്കോ. എല്ലാ കാര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്.
കണ്ണു കണ്ടൂടെ? ഞങ്ങൾ അകത്ത് പോയി രാജകുമാരനെ അന്വേഷിക്കാം. നിങ്ങൾ പുറത്ത് സൈനികരെ നോക്കണം. ഇവരെ കൊണ്ടൊന്നും പറ്റില്ല, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിനെന്താ ഞങ്ങൾ ഇവിടെ പഴം തിന്നാൻ വന്നിരിക്കണോ? ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം നീ നിന്നെ തന്നെ സൂക്ഷിക്കാൻ നോക്ക്. വെറുതെ എന്നെ ചൂടാക്കരുത്, അല്ലെങ്കിൽ പിന്നെ തന്നെ സൂക്ഷിക്കാൻ 10 പേരെങ്കിലും വേണ്ടി വരും. ഒന്ന് മതിയാക്ക് നിങ്ങളുടെ ഈ തമ്മിത്തല്ല്. നിങ്ങൾ എന്തിനാണ് വന്നത് അതിൽ ശ്രദ്ധിക്കാൻ നോക്ക്. എല്ലാവരും ഓരോ ഇടങ്ങളിൽ പോയി ഒളിക്കേ. ഓക്കേ. നിന്നോട് റൈറ്റിലേക്കാണ് പോകാൻ പറഞ്ഞത്, ലെഫ്റ്റ് അല്ല. എന്നെ ലെഫ്റ്റും റൈറ്റും പഠിപ്പിക്കണ്ട, എനിക്കറിയാം എങ്ങോട്ടാ പോണ്ടെന്ന്. നമുക്ക് കൊട്ടാരത്തിനകത്തെത്താൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകും. അത് വെറുതെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം തിരിക്കുന്നു. ആരുടെങ്കിലും ഒന്ന് ചോദിച്ചാ പോരെ? നോക്കിയേ, ഒരു കഴുതയുടെ പുറത്ത് വേറൊരു കഴുത ഇരിക്കുന്നു. സംശയമുണ്ടോ? ഹണി, നമ്മൾ കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ഇതിനൊക്കെ പ്രത്യേകിച്ച് വഴി എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഈ കൊട്ടാരം ചുറ്റിക്കാണാൻ ആഗ്രഹമുണ്ടെന്ന് അങ്ങ് തുറന്ന് പറഞ്ഞ പോരെ? കഴിഞ്ഞില്ലേ കാര്യം? എടാ, അവിടെ നിൽക്കുന്ന പടയാളികൾ നീ കണ്ടില്ലേ? അവർ നമ്മൾ അകത്തേക്ക് വിടില്ല. അന്ന് ഇവര് നിന്റെ മാമന്മാരാണെങ്കിലേ ഇവരോട് പറയേ, മാമന്മാരെ ഞങ്ങൾ അകത്തേക്കൊന്ന് കയറ്റി വിടുന്നേ. ചേട്ടാ, എന്റെ അച്ഛൻ പറയുമായിരുന്നു ബുദ്ധി വേണ്ടടുത്ത് ഉപയോഗിക്കാവൂന്ന്. ഈ ഹണിയോട് സംസാരിച്ച് വെറുതെ എന്തിനാ നമ്മുടെ തല ചൂടാക്കുന്നത്? നീ മോഷ്ടിക്കുമല്ലേ? ഇവനെ പിടിച്ചുകെട്ടി സുൽത്താന്റെ മുമ്പിൽ ഹാജരാക്കണം. കൂട്ടുകാരെ, കൊട്ടാരത്തിൽ കയറാനുള്ള ഐഡിയ കിട്ടി. ഈ കഴുത നമ്മുടെ കൊട്ടാരത്തിനുള്ളിൽ കൊണ്ടുപോകും. ഞാനെങ്ങനെ കൊണ്ടുപോകുന്നേ? എന്റെ ഹണി നീയല്ല, നീ ഇരിക്കുന്ന കഴുത. ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്റെ കച്ചവടം മൊത്തം നശിപ്പിച്ചു. എന്റെ കാശുതാ. കഴുതയാണ് തട്ടിയിട്ടത്. കഴുതയോട് ചോദിക്ക്. കൊച്ചളിയ, എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. എടാ, ബുദ്ധി കൊണ്ടല്ല, രൂപമുള്ള കഴുതയോടാ അവൻ പറഞ്ഞതാ. എന്റെ കാശ് തരാനാ പറഞ്ഞത്. തൊട്ടുപോകരുത് ഞങ്ങൾ. സോറി കൂട്ടുകാരാ, ഞങ്ങളോട് ക്ഷമിക്കാം. വേറെ വഴിയില്ലാത്തോണ്ടാ. എടോ, എന്താ ഇവിടെ? കുസൂർ, ഇവരെന്റെ കച്ചവടം മൊത്തത്തിൽ നശിപ്പിച്ചു. എന്നിട്ട് അതിന്റെ കാശ് പോലും തരുന്നില്ല കുസൂർ. കാശ് തരില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്. അത് ശരി, ഇവനെ പിടിച്ച് കൊട്ടാരത്തിൽ സുൽത്താന്റെ മുമ്പിൽ ഹാജരാക്ക. നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോക്കോളൂ, പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. അത് ശരി, ഇവന്റെ കൂട്ടുകാരെ വേഗം പിടിച്ചു കേട്ട്. ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. കൊച്ചളിയ, ഈ പടയാളികളെ എന്നെക്കാളും വലിയ കഴുതയാണെന്നാ തോന്നുന്നേ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവന്മാർക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. അതായത് നീ ഈ കൊട്ടാരത്തിൽ കയറാൻ പ്ലാൻ ഉണ്ടാക്കിയെന്ന് ഇവന്മാർക്ക് മനസ്സിലായില്ല. ചേട്ടാ, ഇവനപ്പൊ ശരിക്കും തലച്ചോറില്ലേ? ഇവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്ക്. ആക്രമിക്കൂ. കുറച്ചുപേർ ഇവിടെ നിൽക്കേ. ബാക്കിയുള്ള രാജകുമാരിയെ അന്വേഷിക്കാം. പിടിക്കവനെ. കൂടുതൽ സൈനികർ വരുന്നതിന് മുമ്പ് അകത്തേക്ക് പോകാം. ഇത്രയും വലിയ കൊട്ടാരത്തിൽ എവിടെ നിന്നാണ് അന്വേഷിക്കുക? രാജകുമാരി, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? കിട്ടിയോ? ഇല്ല. നിനക്കോ? ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല. ഈ അന്തപുരം വളരെ വലുതാണ്.
ഈ കൊട്ടാരത്തിൽ ചുറ്റിക്കറങ്ങാനല്ല പറഞ്ഞത്, രാജകുമാരനെ രാജകുമാരിയെ അന്വേഷിക്കാനാണ്. എന്റെ അമ്മച്ചി, എടാ മരം മടന്ന കിറ്റ്കിറ്റ് ജോർദാർ അത് തന്നെ പറഞ്ഞത്. ഈ കൊട്ടാരം വളരെ വലുതാണ്, അന്വേഷിച്ച് കണ്ടെത്താൻ സമയമെടുക്കും. നമുക്കിനി നീന്താം, നീന്തി പോകാം. കല്ല് പോലത്തെ വെള്ളോ, അയ്യോ അമ്മച്ചി. എടാ, ഇത് കല്ല് തന്നെയാണ്, പക്ഷേ വെള്ളത്തിന്റെ ഡിസൈൻ ഉള്ളതാണ്. എന്റെ ബായ്, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ തടവറ എവിടെയാന്ന് അന്വേഷിക്കുക. ആ, അതായിരിക്കുന്നു രാജകുമാരനും രാജകുമാരിയും. ഇത് ചില്ലുകൊണ്ടുള്ള ചുമരാണ്. പുറത്തു വരൂ, കൊട്ടാരത്തിന് പുറത്ത് നിങ്ങളുടെ സൈനികർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മന്ത്രി, ഞാൻ ആലോചിക്കുന്നത് ഈ കൊട്ടാരത്തിന് മുകളിൽ വേറൊരു കൊട്ടാരം പണിഞ്ഞാലോ എന്നാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മന്ദബുദ്ധിയാണല്ലോ. എന്താ പറഞ്ഞത്? അത് പിന്നെ മന്ദൻ ബുദ്ധിയാണല്ലോ. എന്റെ തലയിൽ ഹുസൂറിന്റെ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട്. ഓ, അത് ശരി. വീണ്ടും വരുന്നോ? എന്ത് ചെയ്യാനാണ് ഹുസൂർ? ഞാനും അങ്ങയുടേതാണ്, എന്റെ തലച്ചോറും അങ്ങയുടേതാണ്. അപ്പൊ മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ആ പറഞ്ഞത് ശരിയാണ്. പറയൂ, എന്താണ് ആ ബുദ്ധി? പറയൂ. ഹുസൂർ, അങ്ങ് ആ മലയുടെ മുകളിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കണം. എന്നിട്ട് ആ കൊട്ടാരം എനിക്ക് തരണം. ഹുസൂർ ഇവിടെ സന്തോഷമായി ഭരിച്ചോളൂ. എന്നിട്ട് ചാടിക്കളിക്കാം, ഓടിക്കളിക്കാം. ആ, അത് ശരിയാണ്. എനിക്കിവിടെ ചാടിക്കളിക്കാം, ഓടിക്കളിക്കാം, ഓടിക്കളിക്കാം. ഓടുകയാണ്, ഓടുകയാണ്. അല്ല, ഹുസൂർ ഇപ്പൊ നിൽക്കുവാണ്. ഓടുകയാണ്, ഓടുകയാണ്. പടയാളികളെ, പടയാളികളെ. അങ്ങോട്ട് പോകാം. രാജകുമാരൻ രക്ഷപ്പെടുകയാണ്. എടാ, നീ ഇതെങ്ങോട്ടേ പോകുന്നേ? ഇത് ഷോർട്ട് കട്ടാണ്. തല കുടിക്കേ. ഇപ്പഴെനിക്ക് മനസ്സിലായത് നീ എന്നെ പോലെ വലിയൊരു ഇന്റലിജന്റ് ആണ്. ഞാൻ കഴുതയാ, അല്ലാതെ നിന്നെ പോലൊരു മണ്ടനല്ല. വാവ്, എന്നെ പോലെ ഡയലോഗ് അടിക്കാൻ അറിയാലോ നിനക്ക്. സർദാർ, സേനാപതി.
മന്ത്രി, ഞാൻ ആദ്യം വന്ന പടയാളികളോടൊപ്പം ഞാൻ ആദ്യം വന്നവരോട് ഏറ്റുമുട്ടാം. ബാക്കി സേനയോടൊപ്പം താൻ രണ്ടാമത് വന്ന കബീലയോട് ഏറ്റുമുട്ട്. എന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. വീണ്ടും വന്നോ? ഈ ബുദ്ധി അങ്ങയുടേതാണ്, പക്ഷേ എന്റെ തലയിൽ വന്നേ ഉള്ളൂ. നീ പറയുന്നത് കേട്ടിട്ട് എന്റെ തലയിൽ ഒരു ബുദ്ധി വരുന്നുണ്ട്. അതായത് എനിക്കുള്ള ബുദ്ധി മുഴുവൻ നിന്റെ തലയിലാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് എനിക്ക് നിന്റെ തലമണ്ട പൊട്ടിച്ച് ആ തലച്ചോറെടുത്ത് എന്റെ തലയിൽ വെച്ചുകൂടെ എന്ന്. ആ ബുദ്ധി എങ്ങനെയുണ്ട്? എല്ലാവരും മിണ്ടാതിരിക്കെ. അതാ അവർ രക്ഷപ്പെട്ടു പോയി. വേഗം ആക്രമിക്കാൻ നോക്ക്. തടിമാടൻ പോത്തെ അടി വാങ്ങിക്കാനല്ല അടി കൊടുക്കാനാ പറഞ്ഞത്. എനിക്കറിയാം, എന്റെ ആൾക്കാർ എന്റെ കൂടെ നിന്നില്ല. നീ നിന്റെ ജോലി നോക്ക്. 5 6 7 go 5 6 7 go 1 and 2 and 1 2 3 4 5 6 7 go 1 2 3. എന്റെ പൊന്നു മൈക്കിൾ ജാക്സൺ, ഈ ഡാൻസ് ഒക്കെ പിന്നീടാവാം. പോയി യുദ്ധം ചെയ്യേ. സംശയമുണ്ടോ? ഇതാ പീരങ്കിയല്ലേ? ചേട്ടാ, ഈ ഫൈറ്റ് എനിക്ക് ചേരുമെന്ന് തോന്നുന്നില്ല. ശരി, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഇവരോടൊപ്പം കോക കളിക്ക. അയ്യോ സൂക്ഷിച്ച്, അതൊരു ആന്റിക് ഐറ്റമാണ്. ചേ പൊട്ടിപ്പോകും. മന്ത്രി, എന്താ ചെയ്യുക? നിന്റെ തലയ്ക്കകത്ത് എന്റെ ബുദ്ധി എന്തെങ്കിലും വരുന്നുണ്ടോ? എന്റെ തലയിൽ എന്റെ ബുദ്ധി മാത്രമാണ് വരുന്നത്. ഇവിടെ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. ഞാൻ സുൽത്താനാണ്, ഈ രാജ്യത്തിന്റെ അധിപൻ. നീ ഓടിക്കാണിക്ക്, ഓടിക്കാണിക്ക്. എന്നതാ കണ്ടോ? ഇനി മുതൽ ഈ കൊട്ടാരവും ഈ രാജ്യവും നിങ്ങളുടേതാണ്. വേഗം ഈ സുൽത്താനെ പിടിച്ചു കെട്ടു വന്നിട്ട് തുറക്കി അടയ്ക്കൂ. ഇപ്പൊ നിന്റെ തലയ്ക്കകത്ത് എന്റെ ബുദ്ധിയൊന്നും വരുന്നില്ലേ മന്ത്രി? ഇപ്പോൾ അത് എന്റെ ബുദ്ധിയാണ്, പക്ഷെ തന്റെ മണ്ടത്തരങ്ങൾ കാരണം ഞാനും കുടുങ്ങിയിരിക്കുകയാണ്. താനിപ്പോ എന്താ പറഞ്ഞത്? താൻ എന്താ പറഞ്ഞത്? താൻ കേട്ടത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് അങ്ങോട്ട് നടക്ക്, ഇല്ലെങ്കിൽ ഇവര് സുൽത്താൻ അതൊന്നും നോക്കില്ല, സൂചി ഞാൻ കുത്തി കയറ്റും. നന്ദിയുണ്ട്. നിങ്ങൾ എല്ലാരും കാരണം ആ സുൽത്താന്റെ തടവറയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് കണ്ടില്ലേ, ആരും ചെണ്ട കൊണ്ടില്ല, എന്നിട്ട് ഇവര് കിടന്ന് തുള്ളുവാ. ശ്രദ്ധിച്ച് കേട്ടോ, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടേത് മാത്രം. ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ രാജ്യമാണോ? നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടും കൂടി കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാട്ടിൽ നല്ലത്. പിന്നെ ഒരു അഭിപ്രായമുണ്ട്, ഈ രാജകുമാരിയും രാജകുമാരനും ഇവിടെ ഒന്നിച്ച് ഭരിക്കണം. സേനാധിപതി സർദാർ, നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം. നിങ്ങൾ ഇനി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിക്കില്ല എന്ന്. ഇല്ല, തല്ല് പിടിക്കില്ലെന്ന് വാക്ക് കൊടുത്തു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു. പറയൂ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ വണ്ടി വേണം, എങ്കിലേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ചേട്ടാ, ഈ മരമണ്ടൻ ആദ്യമായിട്ടാണ് ബുദ്ധി ഉപയോഗിച്ച ഒരു കാര്യം പറയുന്നത്. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുകയാണ്. വേഗം ഓടിക്കേ, കുറയ്കളെ വേഗം ഓടിക്കേ. എന്താ പറഞ്ഞത്? കൊരങ്ങന്നോ? നിങ്ങളല്ല, ഞാൻ ആ കൊരങ്ങന്മാരോട് പറഞ്ഞതാ. അടുത്ത തവണ നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ മറക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും. അടുത്ത പ്രാവശ്യം അഥവാ ഞങ്ങൾ ഇതുവഴി ടൂർ വരികയാണെങ്കിൽ, മാത്രമല്ല കിറ്റ് ഇനിയും വഴി തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും.